നമ്മൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗിറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗിറ്റ് -- വേർഷൻ എന്നുള്ള കമാൻഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ആ വേർഷൻ നമ്പർ കാണിക്കും, ഇല്ല എങ്കിൽ കാണിക്കത്തില്ല. സോ മാക്ക് ലിനക്സ് അങ്ങനത്തെ സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ഗിറ്റൊക്കെ ഇൻബിൽട്ടായിട്ട് ഉണ്ടാവും. സോ അല്ല വിൻഡോസൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക. അപ്പോൾ വിൻഡോസിൻ്റെ അകത്ത് ഏത് വേർഷനാണോ അത് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണത്. സോ അങ്ങനെ നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഗിറ്റ് വേർഷൻ അടിച്ചു കഴിഞ്ഞാൽ ഏതാണ് വേർഷൻ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് കാണിക്കും. ദെൻ അടുത്ത് നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സിമ്പിൾ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിങ്ങനെ. ഞാനിവിടെ അതിന് വേണ്ടി ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ഡയറക്ടറി ആദ്യം ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ദെൻ ഒരു ഡയറക്ടറി ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടി ഓക്കെ ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് എനിക്ക് സൈൻ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് ക്രിയേറ്റ് അക്കൗണ്ട്, നമ്മുടെ ഇമെയിലും ജസ്റ്റ് ഒരു പാസ്വേഡും വെച്ച് നമ്മൾ ഗിറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് github.com ഡയറക്റ്റായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇമെയിലും പാസ്വേഡ് അടിച്ച് കയറാവുന്നതാണ്. ആയിട്ടാണ് നമ്മൾ ഗിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു SSH കീ സെറ്റ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ലോക്കലായിട്ട് കിടക്കുന്ന നമ്മുടെ ഈ പോർട്ട്ഫോളിയോയും പിന്നെ ഗിറ്റ്ഹബ് എന്ന ഈ പ്ലാറ്റ്ഫോമും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓതൻറ്റിക്കേഷൻ ഉണ്ട്. ആ ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കീ സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവുക. പ്രൊഫൈലിനകത്ത് സെറ്റിങ്സ് ഉണ്ട്, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സൈഡിൽ നോക്കുമ്പോൾ SSH ആൻഡ് GPG കീസ് ഉണ്ട്, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ അണ്ടർസ്റ്റാൻഡ്. പുത്തൻ കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ SSH കീ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ടൈറ്റിൽ ഫോർ എക്സാമ്പിൾ പോർട്ട്ഫോളിയോ എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇനി ഒരു RSA കീ എൻക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഹാഷ് വാല്യൂ ആണ്. ആ ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെർമിനലിൽ വന്നിട്ട് ഈ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. SSH -keygen -OA. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യാൻ നേരത്ത് നമുക്കൊരു കീ പെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മളോട് ചോദിക്കേണ്ടത് എൻ്റെ ദ ഫയൽ ഇൻ വിച്ച് ടു സേവ് ദ കീ. ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു SSH കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കീ ക്രിയേറ്റ് ചെയ്ത കീ നമ്മളെവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ലിസ്റ്റ് -A. ഓക്കെ, ഇതിൻ്റെ അകത്ത് .SSH ഡയറക്ടറി ഉണ്ട്, അതിലേക്ക് നമ്മളൊന്ന് കയറുക. .SSH. ഓക്കെ, ലിസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് 2 ഫയൽസ് ഉണ്ട്. ഒന്ന് ID സംതിങ് ആൻഡ് ID.pub ഫയലും ഉണ്ട്. നമ്മൾ ഈ PUB ഫയൽ ഒന്ന് നോക്കാം. അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് നോക്കാട്ടോ. ഓക്കെ, ഈ ID.pub ഫയലിൻ്റെ അകത്താണ് നമ്മുടെ ഈ കൊടുത്ത SSH കീ ഉള്ളത്. ഈ SSH കീ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ കീയുടെ അവിടെ നിന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ആഡ് SSH കീ കൊടുക്കുക. Then use your password, confirm. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരു കീ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടൈമിലും ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ നിർത്തുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് SSH കീ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പുഷ് ചെയ്യാൻ നേരത്ത് എളുപ്പമുണ്ടാവും, ഓതൻറ്റിക്കേഷന് വേണ്ടി എളുപ്പമുണ്ടാവും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്യുക. റെപ്പോക്ക് എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ എക്സാമ്പിളിൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ആ റെപ്പോയ്ക്ക് പേര് കൊടുത്തു. അത് ഞാനിവിടെ പബ്ലിക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്.
നിങ്ങളുടെ റെപ്പോയും ഈ പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്യും. കാരണം നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്യും, ഈ ഒരു റെപ്പോയുടെ ലിങ്കാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് വെച്ച് വേണം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ. സോ നിങ്ങളുടെ കോഡൊക്കെ എനിക്ക് വിസിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ആ റെപ്പോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറി. ഇതിൻ്റെ അകത്ത് ഒരു കണ്ടൻറ്റും ഇല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ എം ടി ആയിട്ട് കിടക്കുന്നത്. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത SSH കീ ആലോ, അത് സെലക്ട് ചെയ്തു. HTTPS ഉണ്ട്, SSH ഉണ്ട്. സോ നമ്മളിപ്പോൾ കറൻറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന SSH ആണ് കേട്ടോ. അത് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മുടെ ലോക്കലായിട്ടുള്ള ഡയറക്ടറിയിലേക്ക് വന്നു. അപ്പോൾ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ ആണ് ഐഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫയല് ഓപ്പൺ. ഓക്കെ, ദെൻ ഡെസ്ക്ടോപ്പ് പോർട്ട്ഫോളിയോ. ഓക്കെ, നമ്മളിപ്പോൾ കറണ്ടായിട്ട് ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഫോൾഡറിൻ്റെ അകത്താണ്. ഈ ഒരു ഫോൾഡറിൻ്റെ അകത്താണ്. ഈ ഫോൾഡർ empty ആണ്. അത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളൊക്കെ വെച്ച് എനിക്ക് കാണിച്ചു തരാം. ദെൻ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അടുത്തായിട്ട് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണ്. അതിനൊരു HTML ഫയലും ഉണ്ടാവും, ഒരു സ്റ്റൈൽ ഫയലും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി രണ്ടും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. index.html ആൻഡ് index.style.css. സോ ഒരു HTML ഫയലും ഉണ്ടാവും, ഒരു CSS ഫയലും ഉണ്ടാവും. ഞങ്ങൾ മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന വർക്ക് പ്രോഗ്രസ് അതൊക്കെ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്ത ചാലഞ്ചസ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് നോട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ഫയൽ, ഇതെല്ലാവരും ചെയ്യേണ്ട കേട്ടോ. ഇത് ബാക്കി രണ്ട് ഫയൽ HTML CSS നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിൽ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ബട്ട് ഡോക്യുമെൻറ്റേഷൻ അതായത് നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു പ്രോഗ്രസ് ടെക്സ്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ പേര് കൊടുക്കുക. കാരണം എല്ലാവരും ഗിറ്റിലേക്ക് പുഷ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ആരാണ് പുഷ് ചെയ്തതെന്ന് നമുക്ക് കറക്റ്റായിട്ട് തലവരം പിടിച്ച പണിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ആരാണ് ഗിറ്റിലേക്ക് പുഷ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവരുടെ പേര് ആദ്യം കൊടുക്കുക. _progress .txt. ഓക്കെ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ ചെറിയൊരു ഫോർമാറ്റ്, നിങ്ങൾക്ക് എന്ത് ഫോർമാറ്റിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ഫോർമാറ്റ് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം day 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ എന്നാണ് ആ ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ പറയുന്നു. ദെൻ അത് എന്തോരം, അതായത് പഠിച്ച കാര്യങ്ങൾ എന്തോരം ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് നെക്സ്റ്റ് പറയുന്നു. ദെൻ അതിൽ ഫേസ് ചെയ്ത ചലഞ്ചസ് നമ്മൾ പറയുന്നു. ഇതാണ് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ദിവസം വരുമ്പോൾ എന്ത് ചെയ്യണം, day 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ഡേറ്റ് കൊടുക്കുന്നു, അന്നത്തെ ഡേറ്റ് കൊടുക്കുന്നു. പിന്നെ എന്താണ് പഠിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ പഠിച്ച കാര്യം എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറയുന്നു. പിന്നെ ചലഞ്ചസ് പറയുന്നു. അങ്ങനെ 4 ദിവസത്തെ റിപ്പോർട്ട് ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇമേജസും ആഡ് ചെയ്യാം. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതായത് ഒരു പ്രൊജക്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളൊരു അതിൻ്റെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിലും സേവ് ചെയ്യാം. അതിന് വേറെ ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു ഫയൽ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അതിന് ഇമേജസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈ ഇമേജസിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാവുന്നതാണ്. കുറച്ചും കൂടി ബെറ്റർ ആകും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നേരത്ത്. ന്യൂ ടെർമിനൽ എടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. _progress എന്നുള്ള ഫയൽ നെയിം ആയിരിക്കണം. കാരണം ഈ ഒരു ഫയൽ നെയിം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഒറ്റൊരു ഫയലായിരിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ അന്ന് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ day 1, ആ day 1 ഡേറ്റ് കൊടുക്കുക. ദെൻ ആ day 1 പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു അത് ലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പോയി HTML ഇന്ന ടാഗ്സ് ഒക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ആങ്കർ ടാഗ് പഠിച്ചിട്ടുണ്ട്. ദെൻ ടേബിൾ ടാഗ് പഠിച്ചിട്ടുണ്ട്. ദെൻ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഓർഡർ ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ CSSൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ
ഒന്ന് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതായി. ഓക്കെ, എന്തൊക്കെ പഠിച്ചു എന്നുള്ളതായി. ദെൻ ആ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഫേസ് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ കുറേയധികം ചാലഞ്ചസും കുറേയധികം എറേഴ്സും ഒക്കെ ഫേസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തതെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഡേ 1 ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കമ്മിറ്റ് ചെയ്യുക. ഈ കമ്മിറ്റ് ചെയ്യണ പരിപാടി ഗിറ്റിൻ്റെ അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ദെൻ അപ്പോൾ ഇത്ര നമ്മൾ ചെയ്ത് എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്തു ആദ്യത്തെ ദിവസം. ഇനി അടുത്ത ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ സെയിം ഫയൽ തന്നെ ഡേ 2 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഈ സെയിം ഫയൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ദെൻ ഡേ 2 എഴുതി. ദെൻ അന്നത്തെ ഡേറ്റ് എഴുതി. പിന്നെ അന്ന് എന്തൊക്കെയാണ് ലേൺ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HTML ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, HTML ഇതൊക്കെ ടാഗ് നോക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതായത് ഇപ്പോൾ ഡേ 2 കഴിഞ്ഞു. ഇനി ഡേ 2 എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഗിറ്റ് യൂസ് ചെയ്ത് ഡേ 2 ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, കമ്മിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഡേ 3 വരും. ഡേ 3 ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 4 ദിവസത്തെ റിപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫയൽ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ഇവിടെ ഞാൻ ഒരു progress.txt ഫയലും ഉണ്ട്, പിന്നെ index.html ഉണ്ട്, style.css ഉണ്ട്. ഈ 2 ഫയല് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് വേറൊരു ഡയറക്ടറിക്കകത്തോ അതൊക്കെ നിങ്ങളുടെ ഇതാണ്, ഓർഗനൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാം. അത് മാറ്റർ ഇല്ല, അത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് ചെയ്താൽ മതി. ദെൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ 2 ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. index.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, style.css ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ബേസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് കാണിച്ചു. ഫോർ എക്സാമ്പിൾ HTML ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഒരു H1 എൻ്റെ പേര് കൊടുത്തു, എന്തെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, H1 കൊടുത്ത്. ദെൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ style.css ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിവിടെ style.css കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫയലാട്ടോ. ആ ഫയലിനെ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തു, ലിങ്ക് വെച്ച് കണക്ട് ചെയ്തു. ദെൻ ഒരു ബോഡിക്കകത്ത് ഞാനൊരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്, അനന്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. സോ എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഒരു സിമ്പിൾ കോഡ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ബോഡിക്കകത്ത് ഞാൻ എൻ്റെ പേര് കാണിക്കുന്നു. ഓക്കെ, ദെൻ style.css ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സ്റ്റൈൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ H1 ടാഗാണ്. H1 ടാഗ് ഞാനിവിടെ കളർ ചെയ്യും. ഫോർ എക്സാമ്പിൾ കളർ റെഡ് നോട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഫയൽ ഇപ്പോൾ കണക്റ്റഡ് ആയി അല്ലേ. അതായത് എൻ്റെ ടെക്സ്റ്റ് കാണിക്കുകയും ചെയ്തു. ഞാൻ ഈ style.css പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു H1 ടാഗിന് എന്ത് കളറാണ് കൊടുക്കേണ്ടതെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യം. സോ സപ്പോസ് നമ്മൾ 1 ഡേയിൽ, അതായത് ആദ്യത്തെ ദിവസം കോഡ്സും സ്റ്റൈലൊക്കെ ചെയ്തു. ദെൻ ഇത് നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്യണം. ഫസ്റ്റ് ടൈം ഗിറ്റ് യൂസ് ചെയ്യുമ്പോൾ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യണം കേട്ടോ. ഗിറ്റ് init യൂസ് ചെയ്യുമ്പോൾ ഗിറ്റ് ഇനിഷ്യലൈസ് എന്ന് പറയുന്ന കമാൻഡാണ്. സോ നമ്മുടെ ഈ ഡയറക്ടറിയിൽ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളിവിടെ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഐക്കൺ വരും. ഇതെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആണ്. അതായത് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരിക്കലും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കമ്മിറ്റ്, അപ്ഡേറ്റ്, ആഡ് ഇതൊക്കെ ഒരു ഗിറ്റിൽ വരുന്ന ഒരു കുറേയധികം ടോപ്പിക്സാണ്. സോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഗിറ്റിനെ കുറിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ബ്രാഞ്ചിങ്, മെർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമെസ്സിനോടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ അടുത്ത കമാൻഡ് എന്ന് വെച്ചാൽ ഗിറ്റ് ഇനിറ്റ് യൂസ് ചെയ്തു. ഈ കമാൻഡ് കാണാപ്പാടം പഠിക്കണമെന്നൊന്നും പറയില്ല, നമ്മൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. ദെൻ ഇവിടെ നമ്മുടെ ആദ്യത്തെ ഈ സൈറ്റ് എടുക്കുക. അതായത് ഗിറ്റിൽ സൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട കോഡ് എന്നുള്ളത്. അല്ല, ആദ്യത്തെ കോഡ് നമ്മൾ യൂസ് ചെയ്തു, ഗിറ്റ് ഇനിറ്റ്. ദെൻ അടുത്തെന്ന് വെച്ചാൽ ഗിറ്റ് ആഡ് റീഡ്മി .mt, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഗിറ്റ് ആഡ് ഇവിടെ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഗിറ്റ് എന്ന് പറഞ്ഞാൽ വേർഷൻ കൺട്രോൾ സിസ്റ്റം അല്ലോ. അവനോട് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഗിറ്റിനോട് പറഞ്ഞു കൊടുക്കുക, ഇവിടെ എനിക്ക് 3 ഫയൽസ് ഉണ്ട്. ഈ 3 ഫയൽസിൽ ഏത് ഫയലാണ് എനിക്ക് ട്രാക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഒറ്റ ഫയൽ മാത്രം ട്രാക്ക് ചെയ്യാം, A9
എനിക്കിപ്പോൾ ഈ പ്രോഗ്രസ് മാത്രമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഫയലിൽ എന്ത് അപ്ഡേറ്റ് വന്നാലും ഈ ഗിറ്റ് മോണിറ്റർ ചെയ്യത്തില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഗിറ്റ് ആഡ് അനന്തു പ്രോഗ്രസ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞാൽ ഈ അനന്തു പ്രോഗ്രസ് ഡോട്ട് ടി എക്സ് ടി എപ്പോഴൊക്കെ ചേഞ്ച് ആവുന്നുണ്ടോ അപ്പോഴൊക്കെ ഗിറ്റ് അത് കണ്ടുപിടിക്കുക എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളതൊക്കെ ഗിറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ള ഫയൽസിനൊന്നും മോണിറ്റർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 ഫയൽസിലും അപ്ഡേറ്റ് വരുത്തുന്നത് എന്ത് ചെയ്യണം, ഗിറ്റിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി ഗിറ്റ് ആഡ് ഡോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ഫയൽസ് ഉണ്ടല്ലോ, പ്രോഗ്രസിൻ്റെ ഉണ്ട്, ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം ഉണ്ട്, സ്റ്റൈലിൻ്റെ ഉണ്ട്. ഈ 3 ഫയൽസും ഗിറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് വല്ല ചേഞ്ചസ് വരുവാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യുമ്പോൾ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ഫയൽസ് ഇപ്പോൾ ട്രാക്കഡ് ആണ് ഗിറ്റ്. നെക്സ്റ്റ് കമാൻഡ് എന്ന് വെച്ചാൽ ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. സ്റ്റാറ്റസ്, ഈ ഗിറ്റ് സ്റ്റാറ്റസിനകത്ത് ഇപ്പോൾ ഏത് ബ്രാഞ്ചാണ് യൂസ് ചെയ്യുന്നത്, മെയിൻ ബ്രാഞ്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കമ്മിറ്റ് ചെയ്യാനുള്ള, അതായത് ചേഞ്ച് ചെയ്തു, അതായത് എൻ്റെ ഈ 3 ഫയൽസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് ഒരിക്കലും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സോ കമ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുക, ഗിറ്റ് കമ്മിറ്റ് -m. കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ day 1 എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇത് കമ്മിറ്റഡ് ആയി. അപ്പോൾ ഇതിൻ്റെ ഐക്കൺസിൽ ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടോ, ഇവിടുത്തെ അതായത് അപ്ഡേറ്റ് ചെയ്ത് എല്ലാം പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ കയറിയിട്ട് എഗെയിൻ സെക്കൻഡ് ഡേ, അതായത് ഫസ്റ്റ് ഡേ നമ്മൾ ഇതൊക്കെ ചെയ്തു, കമ്മിറ്റും ചെയ്തു. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ഞാനിപ്പോൾ കയറുക H1 H2. ഓക്കെ, H2 കണ്ടോ, H2 കാണുമ്പോൾ ഇവിടെ ഒരു M, കാരണം ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽ ഞാൻ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. അപ്പോൾ റിയൽ ടൈമായിട്ട് ഗിറ്റ് നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതായത് അവൻ മോഡിഫൈ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ട്രാക്ക് ചെയ്തിരിക്കും. അതിനാണ് നമ്മളിവിടെ ഗിറ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. അതായത് ഗിറ്റിനോട് പറഞ്ഞു കൊടുത്തു ഈ 3 ഫയൽസും എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ നമ്മൾ അത് ട്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡേ നമ്മൾ ഗിറ്റ് കമ്മിറ്റ് വരെ ചെയ്തു. അതായത് ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഗിറ്റ് ഇനിറ്റ് ചെയ്തു. ഗിറ്റ് ഇനിറ്റ് ചെയ്യുമ്പോൾ ഗിറ്റ് ഇനിഷ്യലൈസ് ആയി. ദെൻ അടുത്തെന്ന് വെച്ചാൽ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഈ കാണുന്ന എല്ലാ ഡയറക്ടറിയും, അതായത് ഈ പോർട്ട്ഫോളിയോ എന്നുള്ള ഡയറക്ടറിക്കകത്ത് കിടക്കുന്ന എല്ലാ ഫയൽസും എന്താണ് ട്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഗിറ്റ് സ്റ്റാറ്റസ് എന്നാന്ന് എന്താണെന്ന് വെച്ചാൽ ഗിറ്റിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് പറഞ്ഞു കൊടുത്താൽ ചെക്ക് ചെയ്താൽ കണ്ടോ, ഓൺ ബ്രാഞ്ച് മെയിനിലാണ്, നത്തിങ് ടു കമ്മിറ്റ്, കാരണം നമ്മളിവിടെ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ 3 ഫയൽസും. സോ ഇവിടെ വീണ്ടും വേറെ ഒന്നും കമ്മിറ്റ് ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ കമ്മിറ്റ് വരാനുള്ള സ്റ്റേജ്. ദെൻ ഈ കമ്മിറ്റ് ചെയ്ത ഇതൊക്കെ നമ്മുടെ എന്താണ് ലോക്കൽ റെപ്പോയിലാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഈ ലോക്കൽ റെപ്പോസിറ്ററി, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള റെപ്പോസിറ്ററി, ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് പുഷ് ചെയ്യണം. ഗിറ്റ് ഇനിറ്റ് കൊടുത്തു, ഗിറ്റ് ആഡ് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രാഞ്ച് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അടുത്തത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ദെൻ അടുത്തത് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ. നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കമ്മിറ്റ് ചെയ്തു, ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു മെയിൻ എന്ന് പറഞ്ഞ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞ കമാൻഡാണ് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, ദെൻ ആ URL പാത്ത്. ഇവിടുത്തെ കമാൻഡ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലോക്കലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡർ ഉണ്ടാവുമല്ലോ, പോർട്ട്ഫോളിയോ, ഇത് ലോക്കലായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ലോക്കലായിട്ട് ക്രിയേറ്റ് ചെയ്തതും നമ്മൾ പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്ത റെപ്പോയുടെ റെഫറൻസ് നമ്മൾ ഈ ലോക്കൽ റെപ്പോയിലേക്ക് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇത്. പിന്നെ ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ URLൻ്റെ ഒരു വേറൊരു പേര്, അതായത് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ. ഇനി ഞാൻ എപ്പോൾ ഒറിജിനെ വിളിക്കുന്നോ അപ്പോഴൊക്കെ റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു URL ആയിരിക്കും. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗിറ്റ് പുഷ് ചെയ്യാൻ നേരത്ത് ഗിറ്റ് പുഷ് -u ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ URL ആയിരിക്കും, നമ്മുടെ ഈ റെപ്പോയുടെ URL ആയിരിക്കും. ആ ഒറിജിൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു. കൂടാണ്ട് ഇവിടെ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞിട്ട്, ഈ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ച് ഉണ്ടല്ലോ, ഏത് ബ്രാഞ്ചിലേക്കാണ് പുഷ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു. ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. സോ ആദ്യമായിട്ട് നിങ്ങൾ പുഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണിക്കും, ജസ്റ്റ് S എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ ഈ റെപ്പോ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം.
കണ്ടോ, നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അതേ ഫയൽസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ബ്രാഞ്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത ബ്രാഞ്ച് മെയിനാണ്, അത് പുഷ് ചെയ്യാൻ പറഞ്ഞേക്കണ ബ്രാഞ്ച് മെയിനാണ്. അതാണ് ഇവിടെ മെയിൻ ബ്രാഞ്ച് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയാണ് ബ്രാഞ്ച് കാണിക്കുന്നത്. പിന്നെ കമ്മിറ്റ്, എത്ര കമ്മിറ്റ് നമ്മളിവിടെ ചെയ്ത് കണ്ടോ, ഇവിടെ ഡേ 1, അതായത് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കമ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ കമ്മിറ്റ് ചെയ്തതിൻ്റെ ഇതാണ് ഡേ 1 എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് ഇത് ഫസ്റ്റ് ഡേ ചെയ്തതാണ്. ഈ സെക്കൻഡ് ഡേയിൽ നിങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റ് വരുത്തി. ഓക്കെ, സെക്കൻഡ് ഡേയിൽ നിങ്ങൾ ഒരു അപ്ഡേറ്റ് വരുത്തി. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് വരുത്തിയപ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ ഫയലിൻ്റെ സൈഡിൽ കണ്ടോ മോഡിഫൈഡ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ പോയിട്ട് ഡേ 2 എന്തൊക്കെ ലേൺ ചെയ്തു, എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അതൊക്കെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് അവസാന സ്റ്റേജാണ് കമ്മിറ്റ് ചെയ്യുക. അതിന് വേണ്ടി ഗിറ്റ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് കമാൻഡ് എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്തു, ഇനി നമുക്ക് അതിനെ കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഗിറ്റ് ആഡ് ചെയ്യുക. ഗിറ്റ് ആഡ് ഡോട്ട്, സോ ആഡ് ചെയ്തു. ഇനി ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ഇത് ഒരിക്കലും മറന്നു കേട്ടോ, മെസ്സേജ് കൊടുക്കണം. ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് തന്നെ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സോ കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കട്ടോ. സ്റ്റാറ്റസ് ഓക്കെ, അതായത് മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണ്, ഒന്നും കമ്മിറ്റ് ചെയ്യാനില്ല, എല്ലാം ക്ലിയർ ആണ്. അത് നമ്മളെല്ലാം കമ്മിറ്റ് ചെയ്തു. ഇനി കമ്മിറ്റ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യണം. പുഷ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കമാൻഡ് തന്നെ, ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ. ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ എന്തൊക്കെയാണ് ആ 3 ഫയൽസിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയെന്ന് കണ്ടോ. ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്ലസ് സിമ്പിളായിട്ട് ഇവിടെ കാണിക്കും. സോ ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസവും ചെയ്യുന്ന കോഡ് ഇങ്ങനെ ഗിറ്റ് വഴി കമ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഡേ 1 ഇങ്ങനെയൊക്കെ എത്ര ചെയ്തിട്ടുണ്ട്, ഡേ 2 ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഫ്ലോ. നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ progress.txt യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യേണ്ടതാണ് കേട്ടോ. പേര് മെൻഷൻ ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രേ ഉള്ളൂ. വേറെ ഗിറ്റിനെ പറ്റി വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം.